ഹായ് ഫ്രണ്ട്സ്, സയൻസ് ക്വിസാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. സയൻസ് ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ രാസവസ്തു ഏത്? ആൻസർ ലൂസിഫറിൻ. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന രാസവസ്തു ഏത്? ആൻസർ സോഡിയം ഹൈഡ്രോക്സൈഡ്. പാവക്ക കഴിക്കുമ്പോൾ കയ്പ് അനുഭവപ്പെടുന്നു. ഈ കയ്പിന് അടിസ്ഥാനം അതിലടങ്ങിയിരിക്കുന്ന ഒരു ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്. ഏതാണ് ആ ലോഹം? ആൻസർ ഇരുമ്പ്. കേരളത്തിലെ ഏക കാറ്റാടി വൈദ്യുത നിലയം എവിടെ? ആൻസർ പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. കിഴങ്ങുവർഗ്ഗങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പോഷക ഘടകം? ആൻസർ അന്നജം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ആൻസർ തുടയെല്ല്. എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന സസ്യപോഷകം ഏത്? ആൻസർ ഫോസ്ഫറസ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ആൻസർ മഗ്നീഷ്യം. പയർ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ? ആൻസർ റൈസോബിയം. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമാണ്. ഇത് ഏത് ശാസ്ത്രജ്ഞനെ അനുസ്മരിപ്പിക്കുന്നു? ആൻസർ CV രാമൻ. ലോക പരിസ്ഥിതി സംഘടനയുടെ പേരെന്ത്? ആൻസർ ഗ്രീൻ പീസ്. കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ജീവികളാണ് സസ്തനികൾ. എന്നാൽ പറക്കാൻ കഴിയുന്ന സസ്തനി ഏത്? ആൻസർ വവ്വാൽ. മുണ്ടകൻ എന്നത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കാണ്? ആൻസർ നെല്ല്. മനുഷ്യ ശരീരത്തിലെ പേശികൾ ഇല്ലാത്ത അവയവം ഏത്? ആൻസർ ഹൃദയം. മത്സ്യങ്ങളുടെ ശ്വസനാവയവമാണ് ചെകിളപ്പൂക്കൾ. എന്നാൽ മണ്ണിരയുടെ ശ്വസനാവയവം ഏത്? ആൻസർ ത്വക്ക്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചതാര്? ആൻസർ തോമസ് ആൽവ എഡിസൺ. മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ്? ആൻസർ കരൾ. ആകാശത്തിൻ്റെ വടക്കുഭാഗത്ത് സ്ഥിരമായി കാണുന്ന നക്ഷത്രം ഏത്? ആൻസർ ധ്രുവനക്ഷത്രം. ദൂരെയുള്ള വസ്തുക്കളെ വളരെ അടുത്തും വ്യക്തതയോടെയും കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ആൻസർ ടെലസ്കോപ്പ്. ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? ആൻസർ 120 ദിവസം. കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏത്? ആൻസർ നോട്ടിക്കൽ മൈൽ. DNA-യുടെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. പ്രമേഹം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ട രോഗമാണ്? ആൻസർ പാൻക്രിയാസ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആര്? ആൻസർ ഐസക് ന്യൂട്ടൺ. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ആൻസർ ആൽക്കമി. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ആൻസർ മൈക്കിൾ ഫാരഡെ. ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്?
ആൻസർ വില്യം ഗിൽബർട്ട്. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹമേത്? ആൻസർ മഗ്നീഷ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത്? ആൻസർ അലൂമിനിയം. ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് എന്ത്? ആൻസർ ഹൈപ്പോതലാമസ്. ഏറ്റവും വലിയ ഉരകം ഏത്? ആൻസർ മുതല. സ്കർവി എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ആൻസർ ത്വക്ക്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറമേത്? ആൻസർ കറുപ്പ്. പാമ്പുകൾ ഏത് അവയവം ഉപയോഗിച്ചാണ് ഗന്ധം അറിയുന്നത്? ആൻസർ നാവ്. തലയിൽ ഹൃദയമുള്ള ജീവിയേത്? ആൻസർ ചെമ്മീൻ. ദ്രാവക രൂപത്തിലുള്ള ലോഹമേത്? ആൻസർ മെർക്കുറി. എന്തിനെ കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി? ആൻസർ കിഡ്നി. മരങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആൻസർ ഡെൻഡ്രോളജി. പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം? ആൻസർ ലാക്ടോമീറ്റർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ആൻസർ പള്ളിവാസൽ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം? ആൻസർ ഹൈഡ്രജൻ. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? ആൻസർ സി.വി. രാമൻ. സി.വി. രാമന് ഭാരതരത്നം ലഭിച്ച വർഷം? ആൻസർ 1954. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം? ആൻസർ മെർക്കുറി. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ആൻസർ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഭൂചലനം അളക്കുന്നതിനുള്ള ഉപകരണത്തിൻ്റെ പേരെന്ത്? ആൻസർ സിസ്മോമീറ്റർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം ഉള്ള അവയവം ഏത്? ആൻസർ കരൾ. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? ആൻസർ 8 മിനിറ്റ്. മനുഷ്യരിൽ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏതാണ്? ആൻസർ AB നെഗറ്റീവ്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ആൻസർ സ്പുട്നിക് 1.